യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം. അപ്പോൾ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പറയേ ഹല്ലേലൂയ. കണ്ട, ഇതൊരു യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെയാണ്. ചുമ്മാ നടക്കുവോ നടക്കത്തില്ല അങ്ങനെ ചിന്തിച്ചല്ല വന്നത്. അയാൾ പറയാണ്, കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് അങ്ങ് വരണമേ, എൻ്റെ മകൻ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് അങ്ങ് വരണമേ. എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ ഭർത്താവ്, എൻ്റെ മരുമകൻ, എൻ്റെ മരുമകള്, എൻ്റെ ഭാര്യ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഉപകാരികൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ സഭാധികാരികൾ മരിക്കുന്നതിന് മുമ്പ് കർത്താവേ, എൻ്റെ പ്രാർത്ഥന വഴി ഇടപെടണമേ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, മരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ്, എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നതിന് മുമ്പ്, എൻ്റെ നിരാശ മാറിപ്പോകുവാൻ ഈശോയെ വരണമേ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അങ്ങനെയല്ല, വാ തുറന്ന് എല്ലാവരും വിളിച്ചോ, ഒറ്റ വിളി, ഈശോയെ എന്ന് വിളിച്ചോ, ഈശോയെ എന്ന് വിളിച്ചോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന് മേലെ ഇറങ്ങി വന്ന് ഇവരുടെ മേലുള്ള എല്ലാ കെട്ടുകളും പൊട്ടിച്ച് ഇവരെ അഭിഷേകം ചെയ്യണമേ. എല്ലാ ശക്തികളുടെ മേലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചു പേരുടെ മനസ്സൊക്കെ ഇങ്ങനെ ഉണർന്ന് വരണം. കുറച്ചു പേരിങ്ങനെ ബുദ്ധിയിലൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല, ഒരു ശിശുവിനെ പോലെ നമ്മൾ ഈശോയെ വിളിക്കണം. അപ്പോൾ ഈ വചനം കേട്ടെ. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? യേശു അപ്പോൾ ആ മകനോട് പറഞ്ഞു, എന്താണ്? യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്റെ മകൻ ജീവിക്കും. പറ. ഉണ്ടാ പറയുന്നത് ഇങ്ങനെയാണോ പറയുന്നത്? എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, അടുത്തടുത്തിരിക്കുക. ഒരാളുടെ അടുത്തൊരാളിരുന്നേ, ഒറ്റയ്ക്ക് ഇരിക്കരുത്, അടുത്തോട്ടിരുന്നോ, കുഴപ്പമില്ല, ഇരുന്നോ, അടുത്തോട്ടിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക, എളിമയോടെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക, നന്മയായിട്ട് മാറും. നല്ലതാ മോനെ, ദൈവം അനുഗ്രഹിക്കും, നല്ലതാ, അങ്ങനെ ഇരുന്നേ, മാറിയിരിക്കരുത്. എൻ്റെ കൂടെ എന്നിട്ട് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ശരിയായി, ഇപ്പം ശരിയായി. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്റെ മകൻ, ഒന്നോടെ പറ, യേശു ഉണ്ട്, നിന്റെ കുടുംബം രക്ഷപ്പെടും. പറ, അങ്ങനെ പറ, യേശു ഉണ്ട്. കണ്ട, പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പറ, യേശു ഉണ്ട്, എൻ്റെ കുടുംബം രക്ഷപ്പെടും. എല്ലാവരും പറ. നമ്മൾ ഇത്രയും പേരുണ്ട്, നമ്മുടെ കാവൽമാലാഖമാരുണ്ട്, നമ്മുടെ വിശുദ്ധ സമൂഹമുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ, യേശു കൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടും. പറഞ്ഞേ, ഒന്നോടെ പറ. നമ്മളോട് തന്നെ എന്ന് പറഞ്ഞേ, യേശു ഉണ്ട്, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. പറ. സംശയമുണ്ടോ? ശരിക്കും പറ, സംശയമുണ്ടോ? സംശയമില്ലല്ലോ. നല്ലൊരു കൈയടി ഈശോയ്ക്ക് എടുത്തേ, നല്ല കൈയടി. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നന്നായിട്ട് കഴിച്ചേ, അല്ല ടപ്പേന്ന് പറഞ്ഞ അടിച്ചൊക്കെ പൊട്ടിക്കുന്നേ, ഈശോയ്ക്ക് വേണ്ടിയല്ലേ. ചേന്ന് പറയേ ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി, അതായത് ഈശോ തന്ന കൈ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ കൈക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. പറയേ ഹല്ലേലൂയ. ഈ കൈക്ക് എപ്പോഴാ സന്തോഷം കിട്ടുന്നത്?
ഈ കൈക്ക് എപ്പോഴാ സന്തോഷം? നമ്മൾ നല്ല ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി വിരിണി നല്ല പിടിച്ച് നല്ല ചിക്കൻ കാറൊക്കെ കടിച്ച് പറിക്കുമ്പോഴല്ല ഈ കൈക്ക് സന്തോഷം കിട്ടുക. അതൊരു സന്തോഷം, അത് വേറെ സന്തോഷം. ആ സന്തോഷത്തെക്കാൾ ഉപരി ഈശോ തന്ന ഈ കൈ കൊണ്ട് ഈശോയെ നമ്മളിങ്ങനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഈ കൈകൾക്ക് സന്തോഷമാകും. അതുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തി നല്ലൊരു കൈ ഈശോയ്ക്ക് കൊടുത്തേ, നല്ല കൈ കൊടുത്തേ, ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് അടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഇവരുടെ ഭാരങ്ങള്, പ്രയാസങ്ങള്, ഇവരുടെ പ്രശ്നങ്ങള്, ഇവർ അനുഭവിക്കുന്ന പീഡകള്, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങള്, എല്ലാ പൈശാചിക ബന്ധനങ്ങള്, എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളും ഈശോയുടെ നാമത്തില് ഈ മക്കളിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. എല്ലാവരും ഈശോയെ ചേർന്ന് പറ ഹല്ലേലൂയ. അങ്ങനെയല്ല, ഹല്ലേലൂയ. അപ്പോ ഈശോ ശരിക്കും ആ മകന്റെ കാര്യത്തിൽ ഇടപെട്ടു. അപ്പൊ എന്താ സംഭവിച്ചത്? അടുത്ത കാര്യം പറയണം. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ചേർന്ന് ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആര് വിളിച്ചിട്ടാ വന്നത്? പറ, ആരുടെ അടുത്തേക്കാ വന്നത്? ഈശോയുടെ അടുത്തേക്ക്. നോക്കിയേ, നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു മകൻ രോഗപീഡയിൽ കഴിയുന്ന ഒരു മകന് വേണ്ടി ഒരപ്പൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ആ അപ്പൻ യേശുവിനോട് യാചിച്ചു. അത് കഴിഞ്ഞപ്പോൾ യേശു ആ മകന്റെ കാര്യത്തിൽ ഇടപെട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ചിലര് വിചാരിക്കും എന്നോ ഒരു വ്യക്തിയുടെ ഒരു മകനെ എവിടെയോ വെച്ചു യേശു സുഖപ്പെടുത്തി. അങ്ങനെ കാണാതെ എൻ്റെ കാര്യത്തിൽ യേശു ഇടപെടുന്നതിന്റെ മുൻ ആസ്വാദകമാണ് ഈ എഴുതപ്പെട്ട വചനം. ചേർന്ന് പറയേ ഹല്ലേലൂയ. എൻ്റെ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരുടെയൊക്കെ മക്കള് മരിച്ചതിന് തുല്യമായിരിക്കും. ചത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ചത്ത് ജീവിക്കുന്ന വെച്ചാൽ അത്രമേല് നിരാശയിലും വെറുപ്പിലും വാശിയിലും ഭയത്തിലും നഷ്ടബോധത്തിലും മടുപ്പിലും ഒക്കെ കഴിയുന്നവരാണ്. അപ്പൊ അവരുടെ അടുത്ത് യേശുവിന്റെ കരുണയും കൃപയും കടന്നു വരാൻ പ്രാർത്ഥിക്കാം. ചേർന്ന് പറയേ ഹല്ലേലൂയ. എല്ലാവരും പറ ഹല്ലേലൂയ. ഏതു സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറിയെന്ന് അവൻ പറഞ്ഞു. ഇന്നലെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. ഇന്നലെ 7-ാം മണിക്കൂർ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇതിനാൽ 7-ാം മണിക്കൂർ ആകുമ്പോൾ നിങ്ങൾ ഏത് വിഷയമാണോ യേശുവിനോട് പറഞ്ഞത് ആ വിഷയം പരിഹരിക്കാൻ തക്കവണ്ണം യേശു സർവശക്തനാണ്. ചേർന്ന് പറയേ ഹല്ലേലൂയ. നിങ്ങൾ വന്ന ഈ പ്രാർത്ഥനാ നിയോഗം ഉണ്ടല്ലോ, ഇന്ന് കൊണ്ടുവന്ന ഈ പ്രാർത്ഥനാ നിയോഗം നിങ്ങള് എടുത്തു പിടിച്ച് ചുമന്ന് കൊണ്ടുവന്ന ആ പ്രാർത്ഥനാ നിയോഗം ഈ പരിശുദ്ധ അൾത്താരയിൽ വെച്ചിട്ട് നമ്മൾ ഈശോയെ സ്തുതിക്കാൻ പോവുകയാണ്. അന്നേരം എല്ലാ കെട്ടുകളും ഈശോ പൊട്ടിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകും, ദൈവ സ്നേഹം നൽകും, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകും, ദൂതന്മാർ ഇറങ്ങി വരും, മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിശുദ്ധർ നമ്മുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കാൻ പോവാ. ചേർന്ന് പറയേ ഹല്ലേലൂയ. ഒരു വചനോക്കടി നമ്മൾ കേട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തീഷ്ണമായി പ്രാർത്ഥിക്കണം കേട്ടോ. തീഷ്ണമായിട്ട് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറ. അങ്ങനെയല്ല, തീഷ്ണമായിട്ട് എല്ലാവരും പറ. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചേ, സന്തോഷത്തോടെ ഇരുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയല്ല, ഹല്ലേലൂയ. ആണ്ടേ 1 സാമുവേൽ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 1 സാമുവേൽ 9. ഷീലോഹായിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പുരോഹിതനെ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിയിൽ സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. നിങ്ങൾ കേട്ടെ, ശീലോഹായിൽ കർത്താവിന്റെ ബലിപീഠത്തിൽ
പുരോഹിതന്റെ സാന്നിധ്യത്തിൽ ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ബൈബിൾ പറയാണ് ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മേരി ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ലുസി ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ലിസി ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ബേബി ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ജൂഡിത്ത് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. തോമസ് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ബെർണാഡ് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ബാർബര ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. മോനച്ചൻ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. സ്റ്റീഫൻ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ബൈബിൾ പറയുന്നു ഹന്ന കരഞ്ഞ് പ്രാർത്ഥിച്ച ശീലോഹായിൽ സാമുവേലിനെ ദൈവം തിരഞ്ഞെടുത്തു. ഹന്ന കരഞ്ഞെടുത്ത് വെച്ച് ദൈവം ഹന്നയുടെ മകനെ പേര് ചൊല്ലി വിളിച്ചു. പറയേ ഹല്ലേലൂയ. ഈ ആലപ്പുഴ മണ്ണിൽ, ഈ പറവൂർ ദേശത്ത്, ഈ IMS ഭവനത്തിനകത്ത് കരഞ്ഞു നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരം നിന്റെ മകന്റെയും മകളുടെയും നേർക്ക് കർത്താവ് നീട്ടുകയും അവർ അഭിഷിക്തരാകുകയും ചെയ്യും. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. കരഞ്ഞു പ്രാർത്ഥിച്ചേ. ഈ കുട്ടികളി വിട്ടിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചേ. ഈ തമാശ മാറ്റി വെച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചേ. ഈ കാര്യം കേൾക്കാൻ വന്നിരിക്കുന്ന ശീലം മാറ്റിയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചേ. ഈ എന്തെങ്കിലുമൊക്കെ കേട്ടു പോകുന്ന ശീലം മറന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. നമ്മുടെ പ്രായം എത്രയാകട്ടെ, നമ്മുടെ പ്രശ്നം എന്തുമാകട്ടെ, നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളാകട്ടെ, നമ്മൾ ഒരുപാട് ത്യാഗമെടുത്തവരാകാം, ഒരുപാട് നിരാശപ്പെട്ടവരാകാം, ഒരുപാട് വേദനിക്കുന്നവരാകാം, ഒരുപാട് ഞെരുക്കമുള്ളവരാകാം. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചേ കുഞ്ഞേ. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ഈ കാലഘട്ടം പരിശുദ്ധ അമ്മയും വിശുദ്ധരും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായും വിശ്വാസ സമൂഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കേ. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കേ. ചുമ്മാ കയ്യും കെട്ടി നിൽക്കുകയല്ല, ചുമ്മാ ചുണ്ടനക്കി പ്രാർത്ഥിക്കുന്നതല്ല, ചുമ്മാ പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നതല്ല. കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞു വിളിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കരഞ്ഞു വിളിച്ചേ. ഈശോയേന്ന് വിളിച്ചേ, 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 ഈശോയേന്ന് വിളിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവശക്തി നിറയട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. യൂദായിലെ സിംഹവും ദാവീദിന്റെ വേര് കൊല്ലപ്പെട്ട കുഞ്ഞാടുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേല് പുതിയ അഭിഷേകമിടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്കത് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. എഴുന്നേറ്റോ. ഇച്ചിരി കാര്യം കേൾക്കത്തോളൂ. കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റേ, എല്ലാവരും ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ. അച്ഛന്മാരെ ഇച്ചിരി വയ്യാങ്കിലും ഒന്ന് എഴുന്നേറ്റേ. എന്റെ കൂടെ നിങ്ങൾ ഉണർവോടെ ഇരുന്നേ. ചേർന്ന് പറയേ ഹല്ലേലൂയ. ബൈബിളിലെ ദൈവം പ്രാർത്ഥിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ്. പറയേ ഹല്ലേലൂയ. ബൈബിളിലെ ദൈവം കഥ പറയുന്നവരുടെ കൂടെ അല്ല. ബൈബിളിലെ ദൈവം ചുമ്മാ രസത്തിന് വന്ന് ശുശ്രൂഷ കണ്ടുപോകുന്നവരുടെ കൂടെ അല്ല. ബൈബിളിലെ ദൈവം പരദൂഷണക്കാരുടെ കൂടെ അല്ല. ബൈബിളിലെ ദൈവം മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്ക് മാർക്കിടുന്നവരുടെ കൂടെ അല്ല. ബൈബിളിലെ ദൈവം പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണ്. അതാരാണെങ്കിലും. അപ്പൊ പ്രാർത്ഥിക്കാൻ വയസ്സ് ഒരു തടസ്സമല്ല, പ്രാർത്ഥിക്കാൻ നമ്മുടെ പാപം ഒരു തടസ്സമല്ല, പ്രാർത്ഥിക്കാൻ നമ്മുടെ പണം ഒരു തടസ്സമല്ല, പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു തടസ്സമല്ല. പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ തന്നെ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം. ഈ സമയം നമ്മൾ അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം കേട്ടോ. ഇവിടെ ഒരു വചനം കൂടി കേട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ
31 വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 4:31 ബൈബിൾ പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ നിരാശപ്പെട്ടു പോയെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ അസ്വസ്ഥപ്പെട്ടു പോയെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചത് കിട്ടാതെ പോയെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അടുത്ത വാക്യം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഓ പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെവിടെയാ പ്രാർത്ഥിച്ചത്? അവര് വേദനയുടെ നടുവിൽ, ഈറ്റുനോവിന്റെയും പോറ്റുനോവിന്റെയും നടുവില് അവര് സഹനത്തിന്റെ തീക്കകത്ത് നിന്ന് അവര് നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചു. എൻ്റെ അച്ചാച്ചന്മാരെ, എൻ്റെ പ്രേക്ഷിതരെ, എൻ്റെ യേശുവിൻ്റെ മക്കളെ, എൻ്റെ പൈതങ്ങളെ, നമുക്ക് ഈ കാലഘട്ടം പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മുടെ ലോകത്തെ വീണ്ടെടുക്കാം. ചേർന്ന് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനകത്ത് എല്ലാ ദിവസവും 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈപൊക്കി നോക്കട്ടെ. 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ എല്ലാ ദിവസവും കുറച്ച് പേരുണ്ട്. 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ 5 മണിക്കൂർ ഇല്ല, 2-3 പേരുണ്ട്. ഒരു 10 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. 10 മണിക്കൂർ അല്ല, 10 മണിക്കൂർ പ്രാർത്ഥിക്കുന്നില്ല. ബൈബിള് നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കാൻ പോകട്ടോ. നിങ്ങളൊരു ഈ ശുശ്രൂഷ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. ഏതോ ഒരു ബ്രദർ എവിടുന്നോ വന്ന് ഒരു കാര്യം പറഞ്ഞ് അങ്ങനെ എടുക്കരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരു അഭിഷേകം പ്രാപിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, ക്ഷീണം, പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം, പ്രാർത്ഥനാ തടസ്സങ്ങൾ, ജപമാല മുടങ്ങിപ്പോകുന്നു, ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല. അങ്ങനെ പ്രാർത്ഥന മടികള് മാറി എല്ലാവരുടെ മേലെ ഒരു തീ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ചേർന്ന് പറയേ ഹല്ലേലൂയാ, എല്ലാവരും പറ ഹല്ലേലൂയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരാകാനുള്ള ഒരു അഭിഷേകം പകർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു അഭിഷേകം പകർന്ന് പ്രാർത്ഥിക്കാമാണ്. ഇന്നലെ ദൈവത്തിന്റെ കരുണയാൽ എനിക്ക് ഒരു 14 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റി. ഇന്നലെ ദൈവത്തിന്റെ കരുണയാൽ 14 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റി. വെളുപ്പിനെ 2:30 മണി വരെ പ്രാർത്ഥിക്കാൻ പറ്റി. ചേർന്ന് പറയേ ഹല്ലേലൂയാ. ഇന്നും എൻ്റെ ആഗ്രഹം ഒരു 14 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നാണ്. നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ഉത്തരം വരുന്നത് കാണും. പ്രാർത്ഥിച്ചില്ലയോ നമ്മളെ പിശാച് എടുത്തുകൊണ്ട് പോകും. ഈ കാലഘട്ടം പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം. എന്തിനു പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക, എനിക്ക് പ്രാർത്ഥനാ വരം തരണമേ. ശുശ്രൂഷകരെ, ഇവിടെ സഹായിക്കുന്നവരെ, നിരവധി നാളുകളായി ധ്യാനം കൂടി നടക്കുന്നവരെ, അനവധി ശുശ്രൂഷകളിൽ പങ്കെടുത്തവരെ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വരം ഈശോ വെച്ചിട്ടുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണടച്ചോ. അമ്മച്ചിമാരെ, ഇനി നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. അസാസന്മാർ, ഇനി വേറൊന്നും ചിന്തിക്കരുത്. ഈ സമയം തന്നെ നമ്മൾ നിരവധി കുടുംബങ്ങൾക്ക് പ്രാർത്ഥനാവരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ പ്രാർത്ഥനാവരം, കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനാ അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാർക്ക് പ്രാർത്ഥന അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കാം. ദമ്പതികൾക്ക് പ്രാർത്ഥന അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കാം. വൈദികർക്ക് പ്രാർത്ഥന അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കാം. സന്യസ്തർക്ക് പ്രാർത്ഥന വരം കിട്ടാൻ പ്രാർത്ഥിക്കാം. കർദിനാൾമാരും മെത്രാന്മാരും മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ തീഷ്ണത വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയിൽ പ്രാർത്ഥനയുടെ ശക്തി നിറയാൻ പ്രാർത്ഥിക്കാം. സുവിശേഷകരിൽ പ്രാർത്ഥന ചൈതന്യം ഉണരാൻ പ്രാർത്ഥിക്കാം. വൃദ്ധരിൽ പ്രാർത്ഥന ശക്തി നിറയാൻ പ്രാർത്ഥിക്കാം. തകർന്നു പൊളിഞ്ഞവരെ, മടുത്തടുത്തവരെ, പ്രാർത്ഥനാ ശക്തി വ്യാപരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചോ, 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 വിളിച്ചോ. ഒരു 10 പേര് കേൾക്കത്തെ സ്വരത്തിൽ വിളിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം, നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം, പ്രാർത്ഥനയിൽ ഉണരുന്ന ഒരു അഭിഷേകം, പ്രാർത്ഥിച്ചു ജ്വലിക്കുന്ന ഒരു അഭിഷേകം, പ്രാർത്ഥിച്ചു നേടുന്ന ഒരു അഭിഷേകം, പ്രാർത്ഥിച്ചു പൂർണ്ണരാകുന്ന ഒരു അഭിഷേകം, പ്രാർത്ഥനയുടെ ഒരു കൃപ ഈശോയുടെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിളിച്ച് കരഞ്ഞ് വിളിച്ച് കരഞ്ഞ് അഭിഷേകം തുറന്നു വിടണമേ അപ്പാ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അത്ഭുത മാധ്യസ്ഥത്താല് IMS അമ്മയുടെ പ്രത്യേക സംരക്ഷണത്താല് ഈ മക്കളുടെ മേലുള്ള പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജെറമിയ 1:9-10 വചനത്തിന്റെ ശക്തിയാല്, വെളിപാട് 21:2 വചനത്തിന്റെ ശക്തിയാല്, ഉൽപ്പത്തി 1:3 വചനത്തിന്റെ ശക്തിയാല്, ഹെബ്രായർ 9:14 വചനത്തിന്റെ ശക്തിയാല്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കരങ്ങള് ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചേ. കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. എല്ലാവരും 2 കരങ്ങൾ എളിമയോടെ കമഴ്ത്തി വെച്ചേ. എളിമയോടെ കമഴ്ത്തി വെച്ചേ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചേ. നിങ്ങളിപ്പോ വേറെ ഒന്നും ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ നിറയണമേ. സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. ഭാഷാപരമുള്ള ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. എല്ലാവരും വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ശക്തി നിറയട്ടെ, കുഞ്ഞുങ്ങളിൽ ശക്തി നിറയട്ടെ, ചെറുപ്പക്കാരിൽ ശക്തി നിറയട്ടെ, തിരുസഭയിൽ ശക്തി നിറയട്ടെ. ഭാവികൾ മാനസാന്തരപ്പെടട്ടെ, ഭാവികൾ മാനസാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദർശനങ്ങള് പ്രവചനങ്ങള്, ദർശനങ്ങള് പ്രവചനങ്ങള്, ഒരു പുതിയ ഭാഷ, ഒരു പുതിയ രീതി, ഒരു പുതിയ വിശ്വാസം കർത്താവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. മടുപ്പ് മാറട്ടെ. എല്ലാ പൈശാചിക പീഡകളും, എല്ലാ ഉപകാര ശക്തികളും, എല്ലാ ആധിപത്യ ശീലങ്ങള്, എല്ലാ നാരകീയ ശക്തികള്, എല്ലാ വിധത്തിലുള്ള ഈ രഹസ്യ പാപ സ്വാധീനങ്ങള് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ. ഈശോ 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 ഈശോയെ ഈശോയെ മക്കളെ, ഈശോയെ എന്റെ ഈശോയെ വിളിക്ക്, എന്റെ ഈശോയെ വിളിക്ക്. ഒച്ചത്തി വിളിച്ചോ, ഒച്ചത്തി വിളിച്ചോ, ഒച്ചത്തി വിളിച്ചോ. കർത്താവേ ഈ സഭയുടെ മേല്, ഈ സമൂഹത്തിന്റെ മേല്, ഈ ദേശത്തിന്റെ മേല്, ഈ രൂപതയുടെ മേല്, ഈ രൂപത അധ്യക്ഷന്റെ മേല്, ഈ ശുശ്രൂഷകളുടെ മേല്, ഈ ആലയത്തിന്റെ മേൽ, ഇവിടെയുള്ള പുരോഹിതരുടെ മേൽ, സമർപ്പിതരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ തീയായി ഇറങ്ങണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇരിക്കാം നമുക്ക് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഇരുന്നോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കുന്ന ആളോട് പ്രാർത്ഥിച്ച കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറ പറ പറ. പ്രാർത്ഥിച്ചാൽ 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 കർത്താവ് അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും. ചേർന്ന് പറ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളുടെ മേലെ ഇനി എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കും, എങ്ങനെയാണ് രക്ഷ? അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം നമ്മൾ ഒത്തിരി കേട്ട ഒരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ ഈശോ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുന്നു. തടവറയിൽ അത്ഭുതം ചെയ്യുന്നു. പറയേ ഹല്ലേലൂയ. എവിടെയാണ് അത്ഭുതം ചെയ്തത്? എവിടെയാ പറ, മിണ്ടത്തില്ലേ? പറഞ്ഞേ. തടവറയിൽ. പറഞ്ഞേ. അച്ചാച്ചന്മാരെല്ലാം പറയേ തടവറയിൽ. പറഞ്ഞേ. തടവറയിൽ. നമ്മളിങ്ങനെ കല്ലിന് കാറ്റ് പിടിക്കുന്ന പോലെ ഇരിക്കരുത്. ഏറ്റവും സിമ്പിളായിട്ടിരുന്നേ. എല്ലാവരും സിമ്പിളായിട്ടിരുന്നേ. ഇന്ന് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനുള്ള ബിരിയാണി, അത്രേ ഉള്ളൂ. ഇന്ന് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുഴു തിന്നും, അത്രേ ഉള്ളൂ. വളരെ നിസ്സാര. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഏറ്റവും എളിമയോടും ഭക്തിയോടും ദാഹത്തോടും തീക്ഷ്ണതയോടും വിശ്വാസത്തോടും ആഗ്രഹത്തോടും സന്തോഷത്തോടും ഈശോയുടെ അടുത്തിരിക്കണം. ഒത്തിരി കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ വേറെ കാര്യങ്ങൾ ചിന്തിക്കാതിരുന്നേ. ചേർന്ന് പറയേ ഹല്ലേലൂയ. എല്ലാവരും ഒരേ ആത്മാവിലേക്ക് വന്നേ. ഹല്ലേലൂയ. എല്ലാവരും പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ചേർന്ന് പറയാ ഹല്ലേലൂയ. തടവുകാര് കൂടെ ആരാധിക്കാനൊന്നും വന്നില്ല. അവര് ആരാധിക്കുന്നതിന് ആമേൻ പറഞ്ഞില്ല. അവരാരാധിക്കാൻ കൂടെ നിന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, അവർ കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒത്തിരി വായിച്ചിട്ടുള്ള കുഞ്ഞു കാര്യം പറഞ്ഞു തരുന്ന കുഞ്ഞു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചൻ, അമ്മച്ചി, ചെറുപ്പക്കാര്, കുടുംബം വീട്ടിനകത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കണം. പറയേ ഹല്ലേലൂയ.
വീടിനകത്ത് എന്ത് ചെയ്യണം? ദൈവത്തെ വീടിനകത്ത് പ്രാർത്ഥന ഒരുക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ പറയുകയാണ്, അവർ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ചേർന്ന് പറയേ ഹല്ലേലൂയ. ഇവിടെ 2 പേര് പ്രാർത്ഥിച്ചു, ഒത്തിരി പേര് രക്ഷപ്പെട്ടു. പറയേ ഹല്ലേലൂയ. 2 പേര് പ്രാർത്ഥിച്ചു, ഒത്തിരി പേര് രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഈ പൗലോസും ശീലാസും പട്ടുമത്തെ കിടന്നല്ല പ്രാർത്ഥിച്ചത്. പട്ടുമത്തേലല്ല. അവർക്ക് നല്ല കഠിനതയുണ്ട്. അവരിങ്ങനെ കീർത്തനം പാടുന്ന സമയത്ത് അവർക്ക് നല്ല പെയിനുണ്ട്. കാരണം അതിന് തൊട്ട് മുമ്പുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവരെ ചമ്മട്ടി കൊണ്ട് അടിച്ച്, അവരെ കൈയും കാലും ചങ്ങലക്കിട്ട്, അവരെ കയ്യിലും കാലിലും വിലങ്ങിട്ട്, അവർക്ക് ശരിക്കും നിവർന്നു പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊണ്ട് തുറങ്കിൽ അടച്ചപ്പോൾ അവർക്ക് വേണമെങ്കിൽ, എന്നെ ശ്രദ്ധിച്ചേ, അവർക്ക് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, എൻ്റെ കർത്താവേ, എന്നാ പണിയാ നീ കാണിക്കുന്നത്, ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് എന്തോരം വേദനയാ, ഞങ്ങളുടെ വേദനയൊന്ന് മാറ്റിത്താ എന്ന് പറയുന്നതിന് പകരം അവര് കർത്താവിനെ സ്തുതിച്ചു. ഇനി നിങ്ങൾ കേട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ദിവസം കുടുംബത്തിനകത്ത് കുറഞ്ഞത് 45 മിനിറ്റ് ഈശോയെ സ്തുതിക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് 45 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത്. ആരൊക്കെ അതിനകത്ത് വരണം? ആരെയൊക്കെ സമർപ്പിക്കേണ്ടത്? നമ്മുടെ വീട്ടിനകത്തുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാം സ്തുതിപ്പിൽ കൊടുക്കണം. നമ്മുടെ വീടിനകത്ത് സ്വസ്ഥമായി ഇരുന്ന്, ശാന്തമായി ഇരുന്ന് ഈശോയെ നമ്മൾ സ്തുതിക്കണം. അപ്പോൾ ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ കൊച്ചുമക്കള്, നമ്മുടെ മരുമക്കള്, അല്ലെ നമ്മുടെ ചെറുമക്കള്, അല്ലെ നമ്മുടെ മക്കള്, അവർക്ക് ഈശോയെ വലിയ വിശ്വാസമൊന്നും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നല്ല വിശ്വാസമായിരിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിനകത്തിറങ്ങുന്ന ദൈവ സാന്നിധ്യം അവരെ രക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തീരുമാനമെടുക്കാവോ? വീടിനകത്ത് ഞാൻ എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് എൻ്റെ യേശുവിനെ സ്തുതിക്കും. ചിലർ അതിൽ കൂടുതൽ സമയം സ്തുതിക്കും. പക്ഷേ നിങ്ങൾ എല്ലാവരും തന്നെ സാധിക്കുമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്തുതിക്കണം. ഒരുമിച്ച്. അങ്ങനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നവരുണ്ടായിരുന്ന കൈ ഉയർത്തിയെ നോക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേരെ ഒന്നും എണ്ണാനില്ല, ഒരാളേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അഭിഷേകം വരാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം. എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? പറ, എങ്ങനെയാണ്? ഇവിടെ ഭാര്യയും ഭർത്താവായിട്ട് വന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം, വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം. ഇനി കേട്ടെ, ഈ അപ്പോസ്തലന്മാര് അവരുടെ ചങ്ങല അഴിയാനോ അവരാ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനോ അല്ല ദൈവത്തെ സ്തുതിച്ചത്. അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിക്ക് പ്രത്യുത്തരമായി ദൈവം ചെയ്തു കൊടുത്തതാണ് ആ ചങ്ങലകൾ അഴിച്ചത്. പറയേ ഹല്ലേലൂയ. നമ്മളെല്ലാം ചെയ്യുന്ന എന്താ? ചങ്ങലകൾ അഴിയാൻ സ്തുതിക്കും. അപ്പോസ്തലന്മാര് ചങ്ങല അഴിയാനല്ല സ്തുതിച്ചത്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവം അവർക്ക് അവരുടെ സ്തുതിയുടെ പ്രത്യുത്തരമായിട്ട് അവരുടെ കയ്യിലെ ചങ്ങലകൾ അഴിച്ചു കൊടുത്തു. ഇനി ഇവിടെ ഈ വചനം വായിച്ച് താഴോട്ട് വരുമ്പോൾ ഒരു കാര്യം പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 27 കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറന്ന് കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. ചേർന്ന് പറയാ ഹല്ലേലൂയ.
അവൻ വാളൂരി എന്തിനൊരുങ്ങി? പറ. ഇതുപോലെ നമ്മളും ഒക്കെ ചിലപ്പോൾ ചിന്തിക്കും, മരിച്ചു കളഞ്ഞേക്കാം, തീർന്നു കളഞ്ഞേക്കാം, ഇനിയിപ്പോൾ എല്ലാ കാര്യം പോയി, ഉണ്ടായിരുന്ന പ്രതീക്ഷയെല്ലാം തീർന്നു, ഇനിയിപ്പോൾ വേണ്ട, ഇനി ആർക്ക് വേണ്ടി, ഇനി മതി, മടുത്ത് ചത്തു കളയാം. നോക്കിയേ, അവിടെ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യം കേട്ടെ. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒരു സാഹസ്യവും വേണ്ടെന്ന് പറ. പറ പറ ഒരു സാഹസ്യവും വേണ്ട. പറ, കാണിക്ക്, പറഞ്ഞേ, ഒരു സാഹസ്യവും വേണ്ട, കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ വായിച്ചു അടുത്ത കാര്യം പറയുകയാണ്. വിളക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി, പേടിച്ച് വിറച്ച് അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കാൻ എല്ലാവരും ചോദിച്ചേ, കർത്താവേ, കർത്താവേ. ഉണ്ടോ? കുറച്ച് പേര് പറയുന്നില്ല, എല്ലാവരും ഉച്ചത്തിൽ പറ, കർത്താവേ, കർത്താവേ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? എല്ലാവരും, ചിലർ ഉറങ്ങുക കേട്ടോ, ഉറങ്ങരുതേ, ഉറങ്ങരുത്, എല്ലാവരും ഉണർന്നിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വാ തുറന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർക്കൊരു ദൂത് പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറ, എല്ലാവരും പറ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എല്ലാവരും പറ, ഒന്നാടെ പറ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ? കുറച്ച് പേര് പറയുന്നില്ല. അച്ചാച്ചന്മാരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? എല്ലാവരും സ്നേഹത്തോടെ പറഞ്ഞേ, നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരും പറഞ്ഞേ, ആത്മാർത്ഥമായിട്ട് പറ, ആത്മാർത്ഥ സത്യസന്ധമായിട്ട് പറഞ്ഞേ, നമ്മൾ എളിമയോട് പറഞ്ഞേ. പ്രായം നമ്മൾ നോക്കണ്ട, നിങ്ങൾ എളിമയോടുകൂടെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം യേശുവിൻ്റെ മക്കളാണ്. നമ്മൾ ഈ ശുശ്രൂഷ യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതൊന്ന് ഉറപ്പിക്കുന്നതേ ഉള്ളൂ, പുതിയ കാര്യം ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം ഒന്ന് ഉറപ്പിക്കുകയാണ്. ആരിലാണ് വിശ്വസിക്കേണ്ടത്? പറ, ആരിലാണ് വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ നോക്കിയേ, നമ്മളെ രക്ഷിക്കുന്നത് പൊന്നല്ല, പണമല്ല, മണ്ണല്ല, പേരല്ല, പ്രശസ്തിയല്ല. നമ്മളെ രക്ഷിക്കുന്നത് പഠിപ്പല്ല, അറിവല്ല, കുടുംബ മഹിമയല്ല. നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ മക്കള് വിദേശത്ത് പോയി ഒത്തിരി കാശ് നമ്മുടെ വീട്ടിലേക്ക് അഴയ്ക്കുമ്പോഴല്ല രക്ഷ വരുന്നത്. നമ്മുടെ മക്കൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ പോയി ഒത്തിരി പണം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് രക്ഷപ്പെട്ടെന്ന്. നല്ല വീട്, നല്ല കാറ്, ഒത്തിരി സ്ഥലം, ഇതൊന്നുമല്ല രക്ഷ. ഇതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല, ഇതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മളെ രക്ഷിക്കുന്നത് മാലാഖമാരല്ല, പ്രവാചകരല്ല, നമ്മളെ രക്ഷിക്കുന്നത് സുവിശേഷകരല്ല, നമ്മളെ രക്ഷിക്കുന്നത് പുരോഹിതരല്ല, നമ്മളെ രക്ഷിക്കുന്നത് യേശു കർത്താവാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുന്നത് യേശു കർത്താവാണ്. ഈ യേശുവിലേക്ക് നയിക്കാൻ നമ്മളെ സഹായിക്കുന്നു മാലാഖമാരും പ്രവാചകരും വിശുദ്ധരും പുരോഹിതരും. ഈ യേശുവിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുന്നു. നമ്മളെ രക്ഷിക്കുന്നത് യേശുവാണ്. അപ്പൊ എന്താ ഇവിടെ എല്ലാവരും ഇത് അടിവരയിട്ട് വിശ്വസിച്ച് മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ആഭിചാരത്തിനോ ക്ഷുദ്രവിദ്യക്കോ അന്ധവിശ്വാസത്തിനോ മറ്റൊരു ദേവീ ദേവന്മാർക്കോ ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും ശക്തികൾക്കോ അധികാരികൾക്കോ ഏതെങ്കിലും വസ്തുക്കൾക്കോ നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. നമ്മളെ രക്ഷിക്കുന്ന ആളുടെ പേരെന്തുവാ? യേശു. നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മരുമക്കൾക്കോ നമ്മുടെ അയൽക്കാർക്കോ നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല.
അപ്പൊ നമ്മളെ രക്ഷിക്കുന്ന ആളുടെ പേരെന്തുവാ? ഇങ്ങനെയല്ല, എല്ലാരും പറ, ഉച്ചത്തി പറ. നമ്മളെ രക്ഷിക്കുന്ന ആളുടെ പേരെന്തുവാ? എല്ലാരും പറ, ഉച്ചത്തി പറഞ്ഞേ, ഉച്ചത്തി പറഞ്ഞേ. യേശുവാണ്. ഈ യേശു നമ്മളോട് പറഞ്ഞ കാര്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും നീയും രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും. നീയും രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും. കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഈ മണ്ണിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. ഇനി എന്താണ് രക്ഷയെന്നോടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുകയാണ്. അവർ അവനോട് അവൻ്റെ വീട്ടിലുള്ളവരോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യധികം ആനന്ദിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, വല്ല ആനന്ദം ഉണ്ടോ എന്ന് ചോദിച്ചേ, ശരിക്കും ചോദിച്ചേ, വല്ല ആനന്ദം ഉണ്ടോ? ശരിക്കും നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ശരിക്കും ആനന്ദമുള്ളവരെന്ന് കൈപൊക്കിയേ. ചുമ്മാ പൊക്കരുത്. നമ്മുടെ ആനന്ദം, എനിക്കിപ്പം കടങ്ങളൊക്കെ മാറി, എനിക്കിപ്പം വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മക്കളൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, ചേട്ടന് ജോലിയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ നേരത്തെയൊക്കെ ഇച്ചിരി ക്ലേശമായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആനന്ദമല്ല. നന്നായിട്ട് സുഭിക്ഷത ഉള്ളപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ട്, നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നു, നല്ല വാഹനമൊക്കെ കിട്ടി, കടമൊക്കെ അത്യാവശ്യം മാറി, ഇപ്പോൾ ഇച്ചിരി പൈസയൊക്കെ കൂടുതൽ വന്നു തുടങ്ങി, അതുകൊണ്ട് കുറച്ചൊക്കെ പലിശയ്ക്ക് കൊടുക്കാനും തുടങ്ങി, ആ പലിശ മേടിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ല. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ യേശു ഉണ്ട്, എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ യേശു ഉണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട്, എൻ്റെ ഭാര്യയുടെ കൂടെ എൻ്റെ യേശു ഉണ്ട്. ഇതാണ് അവർക്ക് കിട്ടിയ ആനന്ദം. അവർക്ക് ആ രാത്രി യേശുവിനെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകം മക്കൾക്ക് ഈ പ്രാർത്ഥിക്കുന്നെങ്കിലും ആനന്ദമൊന്നുമില്ല. ഞാൻ എൻ്റെ 24 വർഷമായി എൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ വന്നിട്ട് 24 വർഷമായി. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ 24 വർഷത്തിനിടയിൽ കേരളത്തിനകത്തും പുറത്തും പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി പോകാൻ ദൈവം കരുണയാൽ അനുവദിച്ചു. പക്ഷേ ഒരു കാര്യം, വളരെ കുറച്ചു പേർ മാത്രമേ പ്രാർത്ഥിക്കുന്നവരിൽ ഞാൻ വലിയ ആനന്ദം കണ്ടിട്ടുള്ളൂ. വളരെ കുറച്ച് പേര്. എന്തിന്? വളരെ കുറച്ച് പുരോഹിതരിൽ പോലുമേ ഞാൻ പ്രാർത്ഥിക്കുന്നവരിൽ ആനന്ദം കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരിലും പരിഭവങ്ങളും ആകുലതകളും പരിവേദനകളും വിഷമതകളും വിലാപങ്ങളും നഷ്ടബോധങ്ങളും ആവശ്യങ്ങളും, ഇതാണ് അവർക്കുള്ളത്. കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ കിട്ടും, ആനന്ദം കിട്ടും. പറഞ്ഞേ, കർത്താവിൽ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? രക്ഷ കിട്ടും, രക്ഷയുടെ ആനന്ദം കിട്ടും. ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ചിലർ തമാശ പറഞ്ഞാൽ പോലും ചിരിക്കത്തില്ല. അത്ര അങ്ങനെ പോയി, ഹൃദയമൊക്കെ അടഞ്ഞു പോയി, ചിരിക്കാനൊന്നും പറ്റുന്നില്ല. ചിലര് കോമഡി കണ്ടാൽ പോലും മനസ്സിലാവുന്നില്ല. അവരുടെ സന്തോഷമൊക്കെ പോയി. അവരതുകൊണ്ട് അടുത്ത് വരുന്നവരെ അവർ കരയിച്ചാണ് വിടുന്നത്. സന്തോഷമൊന്നും കൊടുക്കുന്നില്ല. അടുത്തുള്ളവർക്ക് സന്തോഷം. വീട്ടിൽ സന്തോഷം വിളമ്പുന്ന അമ്മയുണ്ടോ? നോക്കട്ടെ, കൈപൊക്കിയേ. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും മക്കൾക്ക് സന്തോഷം വിളമ്പാറുണ്ട്. കൈപൊക്കിയേ, നോക്കട്ടെ, കാണട്ടെ. ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീട്ടിൽ സന്തോഷം വിളമ്പുന്നവരാകണം. നമ്മൾ വീട്ടിനകത്ത് സന്തോഷം വിളമ്പുന്ന അമ്മ ഉണ്ടാകണം, സന്തോഷം വിളമ്പുന്ന അപ്പനും ഉണ്ടാകണം. ആനന്ദം വിളമ്പുന്ന അപ്പൻ, ആനന്ദം വിളമ്പുന്ന അമ്മ വീട്ടിനകത്ത് വരണം. അതിനെന്ത് വേണം? അവർ യേശുവിൽ ആശ്രയിച്ച്, എൻ്റെ കൂടെ യേശു ഉണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന
മുടങ്ങാതെ നടത്തുക. സന്ധ്യാപ്രാർത്ഥന മുടങ്ങി പോയവര് ഇന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അച്ഛനോട് പോയി ഒരു ബ്ലെസ്സിങ് മേടിക്കണം. അച്ഛാ, എൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിപ്പോയി, ഞങ്ങൾക്കത് തുടങ്ങണം, ബ്ലെസ്സിങ് മേടിക്കണം. എന്നിട്ട് എല്ലാവരും സന്ധ്യാപ്രാർത്ഥന തുടങ്ങുക, എല്ലാവരും തുടങ്ങുക. ചേർന്ന് പറയേ ഹല്ലേലൂയ. എല്ലാവരും പറ ഹല്ലേലൂയ. അപ്പോൾ ഇനി കേട്ടെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഈ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ അത്ഭുതകരമായ അവരുടെ പ്രത്യേകത എന്താണ്? ബൈബിൾ പറയുകയാണ്, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:35. ചേർന്ന് പറയേ ഹല്ലേലൂയ. എല്ലാവരും പറയേ ഹല്ലേലൂയ. ഈ വചനം എല്ലാവരും നിങ്ങളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ, നിങ്ങൾ ആരോടും ചോദിക്കാൻ നിൽക്കാതെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ 12 അപ്പോസ്തലന്മാരെ കൈ ചുംബിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അടിയൻ വിതയ്ക്കുന്നു, നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഈ വചനം വിതയ്ക്കുന്നു. യോഹന്നാൻ 13:35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഓ പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ കുടുംബം കത്താൻ, നമ്മുടെ ദേശം കത്താൻ, നമ്മുടെ ഇടവക കത്തിപ്പടരാൻ, നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ നിങ്ങൾ പരസ്പരം ദ്രോഹിക്കുവിൻ, കലഹിക്കുവിൻ, ഭിന്നിക്കുവിൻ, കുറ്റം പറയുവിൻ, വിധിക്കുവിൻ, ശപിക്കുവിൻ, അടിക്കുവിൻ, നിന്ദിക്കുവിൻ, പുച്ഛിക്കുവിൻ. ഇതൊക്കെയാ നടക്കുന്നത്. ഈശോ പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മൾ ചെയ്യുന്നത് പരസ്പരം കലഹിക്കുന്നു. എൻ്റെ വീട് നിന്റെ വീട്, എൻ്റെ വസ്തു നിന്റെ വസ്തു, എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം, എൻ്റെ പണം നിന്റെ പണം, എൻ്റെ ജോലി നിന്റെ ജോലി, പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു? 20 വർഷം, 30 വർഷം, 40 വർഷം. സ്നേഹം എത്രയുണ്ട്? 5% പോലും ഇല്ല. അച്ചാച്ചൻ വന്നിട്ട് സാക്ഷ്യം പറയാണ്, ഓ ധ്യാനം. അച്ചാച്ചനെ വിളിച്ചോ, അച്ചാച്ചനെ വിളിച്ചോ, അച്ചാച്ച വിളിക്കുക, അച്ചാച്ചനെ വിളിക്ക്, നിവർന്നിരിക്കുക. എളിമയോടെ ഈശോയുടെ കാര്യം കേൾക്കുമ്പോൾ ഉറങ്ങരുത്. അത് ആരാണെങ്കിലും ഉറങ്ങരുത്. ചേർന്ന് പറയേ ഹല്ലേലൂയ. എല്ലാവരും പറ ഹല്ലേലൂയ. എല്ലാവരും പറയേ ഹല്ലേലൂയ. അച്ചാച്ചൻ വന്ന് ഭയങ്കര സ്തുതി, ആരാധന, കൈയടിച്ച് പാട്ട്, തുള്ളി ചാടി നൃത്തം ചെയ്തു. അപ്പാപ്പൻ നല്ല ശക്തിയിലാണേ, അപ്പാപ്പൻ നല്ല ശക്തിയിലാണ്. എന്നിട്ട് അപ്പാപ്പൻ പ്രൈസ് ദി ലോർഡ്. ധ്യാനമെങ്കിൽ ധ്യാനം, ഇതുപോലൊരു ധ്യാനം, ഇതാണ് ധ്യാനം, വേറൊരു ധ്യാനമില്ല. ഈ ധ്യാനത്തിലാണ് എല്ലാം എനിക്ക് മനസ്സിലായത്. ഈ ധ്യാനം ഞാൻ ഇപ്പോൾ എൻ്റെ 86ാമത്തെ ധ്യാനമാണ്. പക്ഷെ ഈ 86ാമത്തെ ധ്യാനമാണ് എനിക്ക് ധ്യാനമായിട്ട് തോന്നിയത്. കൊള്ളാമല്ലോ പാപ്പ. 85 പോയി. അപ്പാപ്പൻ പറയുന്നത് 86ാമത്തെ ധ്യാനമാണ്. സ്ട്രോങ്, എല്ലാം റെഡിയായി, ഓക്കെ ആയി. അപ്പാപ്പൻ ഓക്കെ ആണ്. അന്നേരം അപ്പാപ്പ, അതായത് അമ്മച്ചി എന്തിയേ? അമ്മച്ചിയോ? 86ാമത്തെ ധ്യാനം കൂടിയ 75 വയസ്സുള്ള അപ്പച്ചൻ പറയുക, അമ്മച്ചിയെ കൂടാൻ കൊള്ളത്തില്ലെന്ന്. അമ്മച്ചിയെ കൂടെ കൊണ്ടുവരാൻ കൊള്ളില്ല. ഇതാണ് നമ്മുടെ സ്നേഹം. നമുക്ക് ഭയങ്കര കുർബാന സ്നേഹം, ജപമാല സ്നേഹം, ബൈബിള് സ്നേഹം. പക്ഷേ നമ്മുടെ വീട്ടിനകത്തുള്ളവരോട് മാത്രം എതിർപ്പ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ പരസ്പരം സ്നേഹിക്കാൻ പറ. പരസ്പരം സ്നേഹിക്കണം. ഇന്ന് പ്രാർത്ഥനക്കാരിൽ പോലും കുറഞ്ഞു വരുന്ന എണ്ണ. അച്ചാച്ച സംസാരിക്കരുത്. നിങ്ങളോടാ, അച്ചാച്ചനോടാ സംസാരിക്കരുത്. അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. നേരെ ഇരുന്നേ, അങ്ങനെ ഇരുന്നേ. കേട്ടെ, നമ്മൾ വളരെ കൃത്യമായിട്ട് ഈശോയുടെ കാര്യം കേട്ടെ. നമ്മളിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ വിചാരിക്കും ഒരു നിസ്സാര കളിയാണെന്ന്. അല്ല, നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ബഹുമാനിച്ചിട്ടാണ് പറയുന്നത്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ ഇച്ചിരി ബുദ്ധിയൊക്കെ മാറ്റി വെച്ച് ഗൗരവത്തോടെ ഈശോയുടെ കാര്യം കേൾക്കണം. ഗൗരവത്തോടെ. ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിത്യജീവന്റെ കാര്യമാണ് ഈ പറയുന്നത്.
നമ്മുടെ ഉള്ളിൽ ഈശോ വരണം, നമ്മളെ യേശു തൊടണം, യേശു നമ്മുടെ അരികിൽ നിൽക്കുന്ന അറിയണം, നമ്മൾ യേശുവിൻ്റെ രാജ്യത്തിലെത്തണം, നമ്മൾ യേശുവിൻ്റെതാണ്. അപ്പൊ അത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ എല്ലായിടത്തും ഒക്കെ പോയി കേട്ടും ഒത്തിരി അറിഞ്ഞ് നമ്മൾ തണുത്തു പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാഹത്തോടെ കർത്താവേ അങ്ങയുടെ സ്നേഹം എന്നെ വർദ്ധിപ്പിക്കണമേ. യോഹന്നാൻ 13:35 നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്ക്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്ക്, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്ക്, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്ക്, എല്ലാറ്റിനുപരി നിങ്ങൾ അയൽക്കാരെ സ്നേഹിക്ക്. അയൽക്കാരെ സ്നേഹിക്കുക. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് അയൽക്കാരോട് ആത്മാർത്ഥമായി അയൽ സ്നേഹമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? ആത്മാർത്ഥമായിട്ട് അയൽ സ്നേഹം. പരദൂഷണം പറയുന്ന അയൽ സ്നേഹമല്ല, പരദൂഷണം പറയുന്നതല്ല. അയൽക്കാരന്റെ വേദനയിൽ അവനെ സഹായിച്ചും അവന് വേണ്ടി പ്രാർത്ഥിച്ചും അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കരഞ്ഞും മുന്നോട്ട് പോകുന്നവര്, അവനൊരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്ത്യാനികള്. ചേർന്ന് പറയും ഹല്ലേലൂയ. ചെത്തി പറഞ്ഞോ ഹല്ലേലൂയ. ഇവിടെ നമ്മളിൽ പലർക്കും സ്നേഹം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തൻ്റെ സ്നേഹം അവരുടെ ഉള്ളിലേക്ക് ചൊരിയും. സ്നേഹം പിന്നെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇനി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കിട്ടിയിട്ട് യേശുവിനോട് സ്നേഹമില്ലെങ്കിലോ ഈ അത്ഭുതങ്ങൾ കൊണ്ട് രക്ഷയുണ്ടോ? അതുകൊണ്ട് ബൈബിൾ പറയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഇതിനകത്തിരിക്കുന്ന ആൾക്കാര് ഒരു 50,000 കുർബാന അർപ്പിച്ച വ്യക്തിയാന്നിരിക്കട്ടെ. ഈ 50,000 കുർബാന അർപ്പിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 50,000 കുർബാനയിൽ സ്വീകരിച്ച യേശു സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ യേശുവായിട്ടല്ല വന്നത്, യൂദാസിന്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചതുപോലെയാണ് കയറിയിരിക്കുന്നത്. ഉണ്ടോ? ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിലും എനിക്ക് അവളോട് ഒരു നീരസമുണ്ട്. എനിക്ക് അവളോടും രമ്യതപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് അവരോടൊരു മുൻവിധിയുണ്ട്. എനിക്ക് അവരോടൊരു തർക്ക മനോഭാവമുണ്ട്. എനിക്കിപ്പോഴും അവരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. സത്യത്തിൽ ചില ചേച്ചിമാര് ഭർത്താവ് ചത്തിട്ട് കഞ്ഞി കുടിക്കാതിരിക്കുന്നവരാ. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഭർത്താവ് ചത്തിട്ട് കെട്ടാനിരിക്കുന്നവരുണ്ട്. ചിലരൊക്കെ പറയുന്നത് എന്താ പറയാ, അവൻ ചത്തിട്ട് അവന്റെ വീട്ടിൽ പോയി അവന്റെ ചാവടിയന്ത്രത്തിന്റെ ചോറ് തിന്നിട്ട് ഞാൻ ചകത്തോളന്ന്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും വെറുപ്പൊന്നും മാറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ശതമാനം മനുഷ്യരുടെ ഉള്ളിൽ സഭയോട്, പ്രാർത്ഥിക്കുന്നവരോട്, അയൽക്കാരോട്, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് മക്കളോട്, പലരോടും വെറുപ്പാ. അതെന്താ കാര്യം? സ്നേഹം നിറയാത്തത് കൊണ്ടാണ്. സ്നേഹം നിറയാത്തതുകൊണ്ടാണ്. സ്നേഹം നിറയണം. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, യേശുവേ എന്നെ കേട്ടെ, ഇനി നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്ന മാർഗമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് മഹാ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ മാനസാന്തരം സംഭവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ആദ്യം ദൈവസ്നേഹം കൊണ്ട് നിറയണം. ദൈവസ്നേഹം കൊണ്ട് നിറയണം. ദൈവസ്നേഹം കൊണ്ട് നിറയുന്നവർക്ക് ശത്രുക്കളില്ല. ദൈവസ്നേഹം കൊണ്ട് നിറയുന്നവർക്ക് പിന്നീട് വിരോധികളില്ല. ദൈവസ്നേഹം നിറയുന്നവർക്ക് പ്രാർത്ഥന ഒരു ഭാരമല്ല. ദൈവസ്നേഹം കൊണ്ട് നിറയുന്നവര് എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കും, മറ്റുള്ളവരുടെ രക്ഷയിൽ ആനന്ദിക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ദൈവസ്നേഹം നിറയണം. നിങ്ങൾക്കറിയാമോ, കുമ്പസാരക്കാരുടെ മധ്യസ്ഥൻ അല്ലെ പുരോഹിതരുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ മരിയ വിയാനി, ആർസ് എന്ന പട്ടണത്തിലെ കൊടിയ പാപികൾ ഉണ്ടായിരുന്ന ഒരു പട്ടണം, ഒത്തിരി തിന്മയുള്ള ഒരു പട്ടണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദേവാലയത്തിലേക്ക് പലപ്പോഴും പുരോഹിതര് പോകാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെയുള്ള ജനങ്ങൾ അത്രമാത്രം ദുഷ്ട മനുഷ്യരായിരുന്നു. മദ്യപാനികളും വേശ്യകളും
ചീട്ടുകളിക്കാരും പിടിച്ചു പറിക്കുന്നവരും മോഷ്ടാക്കളും കൊലപാതകളുമുള്ള ഒരു ഇടവക. അവിടെ ആണ് ജോൺ മരിയ വിയാനി അച്ഛൻ പോകുന്നത്. അച്ഛൻ പോകുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ പറഞ്ഞു സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണം. അവിടെ കഴിഞ്ഞ ആഴ്ച പോയ ഒരു അച്ഛൻ്റെ ലോഹ വലിച്ചു കീറി മുഖത്ത് മണ്ണ് വാരി ഇട്ട് കൊടുത്തെന്നൊക്കെ അറിഞ്ഞു. സൂക്ഷിച്ചും കണ്ടും പോണം. ഈ ഗ്രാമത്തിലേക്ക് ജോൺ മരിയ വിയാനി അച്ഛൻ പോയി ആ ആർസ് എന്ന് പറയുന്ന പട്ടണത്തെ പൂർണ്ണമായും മാനസാന്തരപ്പെടുത്തി. എങ്ങനെയാണെന്നറിയാമോ? അച്ഛൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കൊച്ചുകുഞ്ഞിനോട് ചോദിക്കുകയാണ്, ആർസിലേക്കുള്ള വഴി അറിയാമോ? ആർസിലെ പള്ളി കാണിച്ചു തരാമോ? അപ്പോൾ കൊച്ചു ചോദിച്ചു, ഞാൻ ആർസിലെ പള്ളി കാണിച്ചു തന്നാൽ എനിക്കെന്ത് കാണിച്ചു തരും? അന്നെ അച്ഛൻ പറയാണ്, നീ എനിക്ക് പള്ളി കാണിച്ചു തരിക, ഞാൻ അകത്തിരിക്കുന്ന ഈശോയെ കാണിച്ചു തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ച് അച്ഛൻ ആ പള്ളിയിലേക്ക് പോയി. നമ്മൾ തീർന്നു. ഈ കൊച്ചു കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യമാണ് ഈ ശുശ്രൂഷയിൽ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കപ്പെടും. പരസ്പരം പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും സ്നേഹിക്കുക. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കുറച്ചുകൂടെ ഹൃദയം വെച്ച് പറ, ഈശോയെ എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ മരുമക്കളെ, എൻ്റെ കൊച്ചുമക്കളെ, എൻ്റെ അയൽക്കാരെ, തിരുസഭയെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർസിലെ പട്ടണവാസികളെ ഈശോയുടെ സ്നേഹം കൊടുത്ത് ജോൺ മരിയ വിയാനി അച്ഛൻ നേടി. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ്. ഇതിനകത്ത് വെറുപ്പുള്ളവർ, വിദ്വേഷമുള്ളവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, വീട്ടിനകത്ത് കലഹമുള്ളവർ, പരസ്പരം പോരടിക്കുന്നവർ, എതിർത്ത് നിൽക്കുന്നവർ, നുണയുണ്ടാക്കി വഴക്കുണ്ടാക്കുന്നവർ, അമ്മായിമ്മ പോര് നടത്തുന്നവർ, മാതാപിതാക്കളെ നോക്കാത്തവർ, മരുമക്കളെ സ്നേഹിക്കാത്തവർ, ഭർത്താവിനെ ശുശ്രൂഷിക്കാത്തവർ, പുരോഹിതരോട് വെറുപ്പുള്ളവർ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവർ എല്ലാവരും നരകത്തിൽ പോകും. പ്രിയപ്പെട്ടവരെ, പേടിക്കണ്ട, അവരെല്ലാം നരകത്തിൽ പോയിക്കോളും. അങ്ങനെ നരകത്തിൽ പോകാനല്ല ഈശോ നമ്മളെ വിളിച്ചത്. നമ്മൾ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ സ്നേഹം കൊടുക്കാൻ വേണ്ടിയാ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകൾ അടച്ചോ. കർത്താവേ, ഈ മക്കളെയും എന്നെയും ഈ ആലയത്തെയും ഇവിടെയുള്ള ശുശ്രൂഷകരെയും പ്രിയപ്പെട്ട പുരോഹിതരെയും പ്രേക്ഷിതരെയും ഇവിടെ വന്നു പോകുന്ന ശുശ്രൂഷകരെയും ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളെയും കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കാൻ കൂടിയ മക്കളെയും ദൈവസ്നേഹത്തിൻ്റെ ഒരു പുതിയ ജ്വാല കൊണ്ട് നിറയ്ക്കണമേ എന്ന് അടിയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തീച്ചിന്ത, ഒരു തീജ്വാല, ദൈവസ്നേഹത്തിൻ്റെ ഒരു പുതിയ തീ ഈ ആലയത്തിന് മേലെ ഇവരെ ഇടനിൽ കത്തി എറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഭീരുക്കൾ, അവിശ്വാസികൾ, അന്ധവിശ്വാസികൾ, ആഭിചാരക്കാർ, ശത്രുത മനോഭാവമുള്ളവർ, വെറുക്കപ്പെട്ടവർ, നിരാശയിൽ കഴിയുന്നവർ, കണ്ണീരിൽ കഴിയുന്നവർ, ബന്ധിക്കപ്പെട്ടവർ, ശാപത്തിൽ കഴിയുന്നവർ, അങ്ങനെ സ്നേഹത്തിന്റെ തീജ്വാല ഇപ്പോൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. ആമേൻ കർത്താവേ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. പറഞ്ഞേ പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. കുടുംബം രക്ഷപ്പെടും കേട്ടോ. ശാന്തമായിട്ടിരിക്കുക.